പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരു വിശേഷം പറയാനാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. എല്ലാ വർഷവും ജൂൺ 19 കേരളത്തിൽ വായനാ ദിനമായിട്ട് ആചരിക്കാറുണ്ട്. 6 പുസ്തകങ്ങൾ വായനാ മത്സരത്തിന് നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുന്നു. ഈ 6 പുസ്തകങ്ങൾ ഏതൊക്കെയാന്ന് പറയാം. ഒന്നാമത്തെ പുസ്തകത്തിൻ്റെ പേര് സർ ഐസക് ന്യൂട്ടൺ വളർത്തിയ കുട്ടിയുടെ കഥ. ഇതിൻ്റെ കഥ ഞാൻ പറയുന്നില്ല. ഇത് വളരെ രസികനായ ഒരു കുട്ടി വളർന്ന് വലിയൊരാളായി മാറുന്നതിൻ്റെ കഥയാണ്. രണ്ടാമത്തെ ഒന്ന് ഇതാണ്, മനുഷ്യൻ്റെ ബഹിരാകാശ യാത്രയും ബഹിരാകാശത്തിലെ വാസഗൃഹങ്ങളും. ഈ നിൽക്കുന്ന ആൾ നിങ്ങൾക്കൊക്കെ പരിചയമുണ്ടാവുമല്ലോ, സുനിത വില്യംസ്. മറ്റൊന്ന് കാലത്തിൻ്റെ കഥയാണ്. സമയത്തിൻ്റെ അളവും മനുഷ്യൻ്റെ സംസ്കാരവും തമ്മിലുള്ള ബന്ധം എന്താണ്, ഇതൊക്കെ രസകരമായി പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമാണ് കാലത്തിൻ്റെ കഥ, കാലവും കലണ്ടറും മനുഷ്യനും. മനോജ് കെ പുതിയവിള എന്ന് പറയുന്ന പ്രശസ്ത ബാലസാഹിത്യകാരൻ്റെ പുസ്തകമാണ്. മറ്റൊന്ന് എൻ്റെ നാടുകടത്തൽ. ഏറ്റവും കൂടുതൽ രാജാധികാരത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കുകയും അതിൻ്റെ ഫലമായിട്ട് തിരുവിതാംകൂർ രാജ്യത്തിൽ നിന്ന് നാടുകടത്തപ്പെടുകയൊക്കെ ചെയ്തിട്ടുള്ള സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളയെ കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ എൻ്റെ നാടുകടത്തൽ എന്ന പുസ്തകം. എം ടിയും കൂടല്ലൂരും. എം ടിയെ കുറിച്ച് കേൾക്കാത്ത ആരുമില്ല. അടുത്ത കാലത്താണ് അദ്ദേഹം നമ്മുടെ ഇടയിൽ നിന്ന് അപ്രത്യക്ഷനായത്. കൂടല്ലൂരും എം ടിയും തമ്മിലുള്ള ബന്ധം, അദ്ദേഹത്തിൻ്റെ ഏത് കഥ നോക്കിയാലും കൂടല്ലൂര് എവിടെയെങ്കിലും ഉണ്ടാവും. അഗാധമായ സമുദ്രത്തെക്കാൾ എനിക്കിഷ്ടം എൻ്റെ നാട്ടിലെ പുഴയും പുല്ലുകളുമാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അവസാനമായിട്ടുള്ള സ്പീഡ് റീഡിങ് എന്ന് പറയുന്നൊരു പുസ്തകമാണ്. അപ്പോൾ വായന സാധാരണ മട്ടിൽ വായിച്ചാൽ പോരാ, വളരെ പെട്ടെന്ന് വായിക്കാൻ സാധിക്കണം. എങ്ങനെയാണ് സ്പീഡ് റീഡിങ്ങിലൂടെ, അതായത് വായന അർത്ഥമൊന്നും ചോരാതെ എന്നാൽ കൂടുതൽ വേഗത്തിൽ എളുപ്പത്തിൽ എങ്ങനെ വായിക്കാം എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നൊരു പുസ്തകമാണ് PKA റഷീദ്. വായനാ വേഗതയും പഠന വേഗതയും, ഇത് പഠിക്കാനും നമ്മളെ സഹായിക്കും, പല മടങ്ങ് വർദ്ധിപ്പിക്കാനുള്ള തന്ത്രങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നൊരു മനോഹരമായ പുസ്തകമാണ് സ്പീഡ് റീഡിങ്. അപ്പോൾ ഈ 6 പുസ്തകങ്ങൾ വായിച്ച് ഇവയെക്കുറിച്ചുള്ള വായനാ കുറിപ്പുകൾ തയ്യാറാക്കുക എന്നുള്ളതാണ് ഈ വായനാ ദിനത്തിൻ്റെ അന്ന് നിങ്ങൾ തുടങ്ങണം. അടുത്ത മാസം 19 ജൂലൈ 19 ആകുമ്പോഴേക്ക് ഈ വായനാക്കുറിപ്പ് തയ്യാറായിട്ട് 6-7 പേജിലായിട്ട് വളരെ ദീർഘിക്കാതെ, അതായത് വളരെ ചുരുക്കാതെയും നിങ്ങൾ വായനാക്കുറിപ്പ്, ഈ പുസ്തകങ്ങളെല്ലാം നല്ലപോലെ വായിച്ച് ഇവയെല്ലാം കൂടി മനോഹരമായ രീതിയിൽ സംഗ്രഹിച്ച് നിങ്ങൾ എന്ത് ഉൾക്കൊണ്ടു എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. വായന എന്ന് പറയുന്നത് നിങ്ങളെ വളരെ ദൂരം മുന്നോട്ട് നയിക്കുന്ന, ഉയരത്തിലേക്ക് കൊണ്ടുപോകുന്ന, നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ നിങ്ങളെ സഹായിക്കുന്ന വലിയൊരു ഘടകം തന്നെയാണ്. വായനാ മത്സരത്തിൽ പങ്കെടുക്കൂ, കഴിയുന്നത്ര വേഗം ഈ പുസ്തകങ്ങൾ സ്വന്തമാക്കൂ, എന്നിട്ട് വായിച്ചു തുടങ്ങൂ. വായിച്ചിട്ട് നല്ലപോലെ വായിച്ച് ഇതിൻ്റെ സംഗ്രഹങ്ങൾ തയ്യാറാക്കൂ. ഈ മത്സരത്തിൻ്റെ എല്ലാ വിശദാംശങ്ങളും ഇതിൻ്റെ ഈ വീഡിയോയുടെ കൂടെ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് കാണാൻ കഴിയും. അത് നല്ലപോലെ ശ്രദ്ധിക്കുക. ഏത് വിലാസത്തിലാണ് അയക്കേണ്ടത്, ഏത് ഇമെയിലിൽ അയക്കാൻ കഴിയും തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിൽ വിശദമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ യോഗ്യരായിട്ടുള്ളതെന്നുകൂടി മനസ്സിലാക്കിയിരിക്കുക. കഴിയുന്നത്ര വേഗം ഈ മത്സരത്തിൽ പങ്കാളികളാവും. 19 തന്നെ വായന തുടങ്ങിക്കോളൂ. അടുത്ത 19 നമുക്ക് കുറിപ്പ് തയ്യാറാക്കണം. ഓക്കെ.